ഓക്കെ. അയ്യോ അതെ ടൈം കഴിഞ്ഞേ, അനുവദിച്ച സമയം കഴിഞ്ഞേ. ആ അച്ഛാ, ഓ ഞങ്ങളുടെ എപ്പ കഴിഞ്ഞ പിടിയണ്ടാ. അതൊന്നും എനിക്കറിയണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലെ ഫസ്റ്റ് ക്ലാസ് പൂക്കളാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതെ, അത് തീരുമാനിക്കാനാണ് ഞങ്ങൾ വന്നേക്കണത്. നമ്മൾ തീരുമാനിക്കും കേട്ടാ. അപ്പൊ അടുത്ത പൂക്കളം കാണാം. അയ്യോ അതൊന്നും കാണണ്ട ഒരു കാര്യം എന്റെ പൊന്നി ജഡ്ജസേ, ഞങ്ങളുടെ തന്നെ ഫസ്റ്റ് ഇങ്ങട് ചുമ്മാ ചുമ്മാ മിണ്ടാതിരിക്കും. അപ്പോ രണ്ട് കളങ്ങളുടെയും മൂല്യനിർണ്ണയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലുപരിയായി വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. എന്തായാലും ജഡ്ജ്മെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പ്രഖ്യാപിക്കല്ലേ ചേച്ചി, പ്രഖ്യാപിക്കല്ലേ? അതെ, ഒരു കളം കൂടെ. ആ കളത്തിന് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. അവിടെ മാർക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കളത്തിന് മാർക്ക് ഇടാൻ വന്നത്. ആ കളമല്ല, ഇത് ഞങ്ങളുടെ 3 പേരുടെ ഞങ്ങളുടെ ടീമിന്റെ കളം. അതെങ്ങനെ ശരിയാവുക? പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും നിങ്ങളുടെ ടീം മത്സരിക്കുന്നതായിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ? അയ്യോ, ഇത് വൈൽഡ് കാർഡ് എൻട്രിയാ. അതെ, വിഷയം ഉണ്ടാകണ്ട. കമ്മിറ്റിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. സീതേ, ആ കളം കൂടി ഞാൻ ജഡ്ജ് ചെയ്യാം. ഞങ്ങളുടെ കളം 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 ഇത് മനഃപൂർവ്വം പറഞ്ഞു വന്നിട്ട് ചെയ്തതാണ്. ഞങ്ങൾ അറിഞ്ഞിട്ട് പോലെയല്ലോ നിങ്ങൾ പൂക്കളം ഇട്ടത്, അപ്പോഴാണ് മനഃപൂർവ്വം. ബഹളം വെക്കല്ലേ, ഞങ്ങൾ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരത്താ. നിങ്ങൾ ബഹളം വെക്കല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ ഓക്കെ, 3 കളത്തിന്റെയും ഞങ്ങൾ കണ്ടു, ജഡ്ജ് ചെയ്തു. അപ്പൊ ഇനി വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അടുത്ത മത്സരമാണ് ഇവിടെ നടന്നത്. വിധി പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഉണ്ടായിരുന്നു. അത്രയും നല്ല മത്സരമായിരുന്നു. എങ്കിലും പറയാം, ഒന്നാം സമ്മാനം ഈ പൂക്കൾ വിട്ട അടുക്കള ടീമിന്. ശരിയാവത്തില്ല. ഇത് പതിവ് പോലെ അച്ഛനമ്മയെ പേടിച്ച് ഫസ്റ്റ് കൊടുത്താ. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, നീതിപൂർവ്വമാണ് നിർത്താൻ പറഞ്ഞ. ഒരു കാര്യം ചെയ്യാം. നിങ്ങളിങ്ങനെ നമ്മളൊരു വഴക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 കളവിടാൻ പറഞ്ഞത്. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ 2 കളവിടാൻ പറഞ്ഞത്. അത് 3 കളത്തിലേക്ക് പോയി പോട്ടെ. ഇതിപ്പോ നിങ്ങൾ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങള് കമ്മിറ്റി അന്തിമമായിട്ട് തീരുമാനിച്ചിട്ട് വീണ്ടും തീരുമാനം മാറ്റണം. തീരുമാനം മാറ്റി. ഒരു ടീമിനല്ല, 3 ടീമിനും ഒന്നാം സമ്മാനം നൽകിയിരിക്കുകയാണ്. അതെന്നെ ഇടപാടോ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരും കഷ്ടപ്പെട്ടു. അത് ഞങ്ങളും കഷ്ടപ്പെട്ടല്ലേ ഇട്ടത്, ഞങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ പാലം വെച്ചോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമായത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെ എഫർട്ടിന് നമ്മൾ വില കൊടുക്കുന്നു. അതുകൊണ്ട് 3 പേർക്കും ഒന്നാം സമ്മാനം. ശരി, പോരെ? സന്തോഷമായില്ലേ? സംഭവം എന്നാ സമ്മാനം ഒന്നാം സമ്മാനം നമ്മളെല്ലാവരും കൂടി ഓണം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് പോകുന്നു. അതിന്റെ ഫുൾ ചെലവ് എന്റെ വക.